പട്ടാമ്പിക്കാരുടെ സ്വപ്നമായിരുന്ന ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതിന് പുറകെയാണിപ്പോൾ ഫയർ സ്റ്റേഷന് സ്വന്തമായി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നത്. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് പരിസരത്താണ് അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കുന്നത്. നിലവിൽ ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ദീർഘകാലമായ പട്ടാമ്പിക്കാരുടെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം 2021 ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമായി. അതിന് സ്വന്തമായ കെട്ടിടം എന്നുള്ള ആവശ്യത്തിന് ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്ത് തന്നു. ഇപ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ 12,000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഇവിടെ ഫയർ സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ വാഹനം നിർത്താനുള്ള സൗകര്യം, ഓഫീസിനുള്ള സൗകര്യം, റെസ്റ്റ് റൂം, ജിമ്മ്, ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ, ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. 3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൽ കെട്ടിടത്തിൻ്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫണ്ട്, നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഫണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇപ്പോൾ മെയിൻ വാർപ്പാണ് നടക്കുന്നത്. അധികം വൈകാതെ ഈ കെട്ടിടം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫയർ സ്റ്റേഷൻ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള സംവിധാനമായിട്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറുകയാണ്. 2021 വാടക കെട്ടിടത്തിൽ ഫയർഫോഴ്സ് ആരംഭിച്ചു. തുടർന്ന് വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ നിലവിൽ ഫയർ സ്റ്റേഷൻ സേന നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ഈ ചാനൽ ന്യൂസ്, പട്ടാമ്പി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.